ഇറാനിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ പള്ളികളെല്ലാം തന്നെ അഗ്നിക്കിരയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മതമൗലികവാദ ഇസ്ലാമിക ഭരണകൂടം, അഴിമതി, തൊഴിലില്ലായ്മ, പോരാത്തതിന് മോശം സാമ്പത്തിക അവസ്ഥ എന്നിവ കണക്കിലെടുത്ത് ആ വിഷയങ്ങളിൽ ഇറാനിലെ ജനങ്ങൾ രണ്ടാഴ്ചയായി പ്രതിഷേധത്തിലാണ്. ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള ഖമേനി ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. ഏകദേശം 100 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതിഷേധക്കാരുടെ എണ്ണം 550 കവിഞ്ഞു. അതായത് മരണപ്പെട്ട പ്രതിഷേധക്കാരുടെ എണ്ണം 550 കവിഞ്ഞു. മറുവശത്ത് 10,000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാർ ലണ്ടനിൽ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പതാക വലിച്ചു കീറി. ടെഹ്റാനിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പള്ളിക്കും തീയിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇറാനും കടന്നു മറ്റ് രാജ്യത്തിലെ ഇറാൻ പൗരന്മാരും ആ രാജ്യങ്ങളിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഇറാനിൽ പ്രതിഷേധക്കാരെ വെടിവെച്ചതിനെ തുടർന്ന് US ഇനി എപ്പോൾ വേണമെങ്കിലും ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. US ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഇറാൻ ഒരു ഭീഷണി മുഴക്കുകയും US ആക്രമിച്ചാൽ ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിച്ച് തിരിച്ചടിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡറും വക്താവുമായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ, കപ്പലുകൾ, ഇസ്രായേൽ തുടങ്ങിയവയായിരിക്കും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട്. ഇറാനിലുടനീളം ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനം തന്നെയാണ് രൂപപ്പെട്ട് പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വാദം. ഈ ഭീഷണികൾക്കിടയിൽ ഇറാനിയൻ പൗരന്മാർ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാരുടെ കണ്ണുകളിൽ നേരിട്ട് വെടിയുതിർക്കുന്നതിനായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണുകളിൽ വെടിയേറ്റ നിരവധി പ്രതിഷേധക്കാരെ ഇപ്പോൾ ഇറാനിലെ കാഷാൻ നഗരത്തിൽ നിന്നുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഫിറാസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിരവധി പ്രതിഷേധക്കാർക്ക് ഇതുപോലെ പരിക്കേറ്റു. നിലവിൽ ആശുപത്രികളിൽ അവരെ ചികിത്സിക്കാൻ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമവുമുണ്ട്. പരിക്കേറ്റവർക്ക് രക്തം നൽകാൻ ആവശ്യമായിട്ടുള്ള രക്തവും ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് അത്യധികം അരാജകത്വം നിറഞ്ഞ ഒരു നാടായി ഇറാൻ ഈ പ്രതിഷേധക്കാരെ കൊണ്ട് മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.